Durga, quarterfinals Durga had a devotional songs performance കഴിഞ്ഞു. ഇതിന്റെ ഫോമാറ്റ് അറിയാലോ 90 marks singing and 10 marks costume stage appearance presence and of course non-filmy Malayalam devotional song. അതാണ് ദുർഗ പാടിയത്. നമുക്ക് ഈ ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് കിടക്കാം. ദീദി Durga, lovely opening to the quarterfinals. Thank you, and ma'am. the 11th stage. Romba nanna padinal, confident irundhathu. Great song, nanna arrangement and the whole groove was terrific. Thanks to the musicians. Effortless padinal, nice. You had a good control over your voice. Opening was slightly out of pitch. Aprom koodade nyan, when you came back to that, it was a bit of after the first charanam. I mean, I'm talking of the first charanam. Okay. And when you came back, adukaprom ninga vandu manasakumo, again when you said it, it was a bit flat. Adha enakku expression ella romba nanna irundhathu. You were very, very effortless singing. Lovely improvement on what you've done. Thank you, Didi. Sharat sir. Durga. Sir. നന്നായിരുന്നു ദുർഗ. Thank you, sir. ദുർഗ പല്ലവിയില്ലേ അത് മതിയാവില്ലെന്നുള്ളതല്ല. ദുർഗ വിചാരിച്ചതുപോലെ അങ്ങോട്ട് പാടാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ അടുത്ത സെക്കൻഡ് മുറിവ്, ആദ്യത്തെ മുറിവല്ല രണ്ടാമത്തെ മുറിവ് അതിമനോഹരമായിരുന്നു. പിന്നെ മോളെ പല്ലവി നിർത്തുന്ന ആലാപൊന്ന് പാടിക്കേ. ഇപ്പോഴും ക്രോമാറ്റിക് മാഗാസാലീസ എന്നുള്ളത് ഇപ്പോഴും മോക്ക് അതൊരു ക്ലിയർ ആയിട്ട് അങ്ങോട്ട് ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ പർട്ടിക്കുലർ രാഗത്തിന്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഈ ക്രോമാറ്റിക് ആണ്. മോക്കത് മനസ്സിലായോ? പാടിക്കാതെ ഒന്നുകൂടെ പാടിക്കാം. അല്ല നല്ല സുഖമായിട്ട് പാടും. അതുപോലെ ചരണം തുടങ്ങിയത് നമുക്കൊരു കുറച്ച് സംശയം ഉണ്ടായിരുന്നു. അത് മനസ്സിലായോ ദുർഗയ്ക്ക് പാടിയപ്പോൾ? വെരി ഗുഡ് ദുർഗ. ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് പറയാൻ, നിങ്ങൾക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. പിന്നെ അതുപോലെ അതിഘോഷവും അങ്ങനെ അതൊന്ന് പാടിക്കേ. ഒന്നുകൂടെ മോള് പാടി അത് ശരിയാക്കണം കേട്ടോ. പിന്നെ തുണ്ട് പല്ലവിയില് മതിയാവില്ല, അവിടെ കുറച്ച് ശ്രുതി പ്രോബ്ലം. അത് നമ്മളിത് ഏത് സ്റ്റേജിലാണെന്ന് ദുർഗയ്ക്ക് അറിയാമല്ലോ. സെക്കൻഡ് ചരണത്തില് സാന്ദ്രമായി എന്താണ് അത്, എന്തോ ഒരു സാന്ദ്രമായി എഴുതിയിട്ടുണ്ട് ഞാൻ. സെക്കൻഡ് ലൈനാണെന്ന് തോന്നുന്നു. അത് വിചാരിച്ചതുപോലെ അങ്ങോട്ട് ദുർഗയ്ക്ക് പാടാൻ പറ്റിയില്ല. അതൊന്ന് പാടും മോളെ, സെക്കൻഡ് ചരണം. ഇത് കഴിഞ്ഞിട്ട് മോളെ ശ്രുതി ഒന്ന് നോക്കണം കേട്ടോ. പക്ഷെ നന്നായിരുന്നു ദുർഗ കേട്ടോ, കേൾക്കാൻ നല്ല ഭക്തി സാന്ദ്രമായിരുന്നു. ഇതാരാണ് എന്റെ സംഗീത സംവിധായകൻ? നന്നായിട്ടുണ്ട് പാട്ട്. ഗുഡ്. താങ്ക് യു ശരത് സർ. ശ്രീയേട്ട തുടക്കം എന്തായാലും ഗംഭീരമായി, നന്നായിരുന്നു. എന്താ പറയാ, വളരെ ഈസി ആയിട്ട്. കാരണം ദുർഗയുടെ മറ്റൊരു ശബ്ദം ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ശരത്ത് ഇപ്പൊ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ. പിന്നെ അതിനകത്ത് ആ സംഗതി ഞങ്ങൾക്ക് സംഗതി വിടാനൊരു മടി. 11th സ്റ്റേജ് ആണേലും തീരുന്നവരെ സംഗതി നമ്മുടെ കൂടെ കാണും. അപ്പൊ ആ സംഗതി എന്ന് പറഞ്ഞ എന്റെ പങ്ക് പാടുകളും എന്ന് പറഞ്ഞ ആ ഫസ്റ്റ് ലൈനില്ലേ, അനുപല്ലവില്ലേ, അതൊന്ന് പാടി. അത് കഴിഞ്ഞ് ചുരങ്ങി
അത് കഴിഞ്ഞ് കൊള്ളാം. ഇപ്പൊ ഈ പാടിയ ഒരു ഫീല് നമുക്ക് നേരത്തെ പാടിയപ്പോ കിട്ടിയില്ല കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തെടുത്ത് ചോദിച്ചോണ്ടിരുന്നത്. ഓൾ ദി ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കും. ഹായ് ദുർഗ. എനിക്കൊന്ന് ഐഡിയ സ്റ്റാർ സിംഗറിൽ ഏറ്റവും ഒരു വ്യത്യസ്തമായ ശബ്ദത്തിന്റെ ഉടമയാണ് ദുർഗ. എപ്പോഴും ദുർഗയുടെ സൗണ്ട് എപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു പാട്ടിനെ കുറിച്ച് ഒരു ഡിവോഷണൽ സോങ് ആകുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിൽ നിന്ന് തന്നെ പാടണം. ശരിക്കും നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. ശരിക്കും നല്ല ഒരു കണ്ണ് കുറച്ച് ഇമോഷണലും കൂടി ആയി എന്ന് പറയാം ഈ പാട്ട് കേട്ടിട്ട്. നല്ലൊരു ദൈവഭക്തിയോടുകൂടി തന്നെയാണ് ദുർഗ പാടിയത്. കീപ് ഇറ്റ് അപ്പ്. അപ്പോൾ ഇനിയും നന്നായിട്ട് പെർഫോം ചെയ്യാം. താങ്ക് യു വെരി മച്ച് രമ്യ. ഓക്കെ ദുർഗ, നമുക്കിനി മാർക്സിലേക്ക് എടുക്കാം. 90 മാർക്സ് പാട്ടിന്, 10 മാർക്സ് പെർഫോമൻസിന്. ക്വാർട്ടർ ഫൈനൽസിലെ ദുർഗയുടെ ഫസ്റ്റ് റൗണ്ട്. പ്രേക്ഷകർ പറയൂ, ഇത് തുടക്കമാണ്, എത്ര മാർക്ക് കൊടുക്കണമെന്ന് യു ഡിസൈഡ്. 90-ല് എത്ര മാർക്ക്? യു ആർ കറക്റ്റ്. 68. ഇനി ബാക്കി 10 മാർക്സ് കോസ്റ്റ്യൂം, സ്റ്റേജ് പ്രസൻസ്, ഇന്ററാക്ഷൻ. രമ്യയുടെ സെഗ്മെന്റ് ആണ്. എത്ര മാർക്സ്? ഒരു 7 മാർക്ക്. 7 out of 10. അപ്പോൾ ടോട്ടലി 75. 75 മാർക്സ് ആണ് ദുർഗയുടെ ഡിവോഷണൽ സോങ്സ് റൗണ്ടിൽ നൽകിയിരിക്കുന്നത്. ദുർഗ, ഇനി 75 സാറ്റിസ്ഫൈഡ്?